2026 വരാൻ പോകുന്ന എല്ലാ എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒറ്റ വാശിയോട് കൂടിയിട്ടാണ് നമ്മൾ തൊഴിൽ വാർത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തൊഴിൽ വാർത്തയിലാകുമ്പോൾ എന്താ ബേസ് മുതലുള്ള ഹയർ മുതൽ ബേസ് വരെ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും. അതായത് ഒറ്റ വഴിക്ക് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിനി ആദ്യം ഒരു 3 വീഡിയോസ് നമ്മൾ ചെയ്തു. 4ാമത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കാരണം അതാത് ആഴ്ചത്തെ തൊഴിൽ വാർത്ത നമുക്ക് അതാത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ച് മാർക്കിൽ വരുന്നതായിട്ട് കാണാം. ദിവസം ഡെയിലി ഒരു എക്സാം എഴുതുമ്പോൾ തൊഴിൽ വാർത്ത പഠിക്കുക. നമുക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം ഫീൽ ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം ശരിക്കും മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമുക്ക് തൊഴിൽ വാർത്തയുടെ പാർട്ട് 4 ആണ്. ഓക്കെ, പേജ് 14 കേട്ടോ. ഓക്കെ, 1515 പോർച്ചുഗലിൽ വെച്ച് നിര്യാതനായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം കൊച്ചിയിലെത്തിയത് ഏത് വർഷമാണെന്ന് വെച്ചാൽ 1604. അതായത് ഡച്ചുകാരുടെ ആദ്യ കപ്പൽ വ്യൂഹമാണ് 1604. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. യൂറോപ്യൻ ശക്തിയുടെ അധീനതയിലായിരിക്കും മുമ്പ് മയ്യഴി ഏത് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കടത്തനാട്. 1841 കണ്ണൂരിലെ ബർണാശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ച ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ രംഗമാണ് റവറ ഹബിക്കിൻ്റെ. ഓക്കെ, പൂവാർ സ്വദേശി പോക്കുമുസയെ തിരുവിതാംകൂറിലെ ആദ്യത്തെ വാണിജ്യ മന്ത്രിയായി നിയമിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1956, അതായത് എന്താ നമ്മൾ പറഞ്ഞ ആദ്യത്തെ വാണിജ്യമന്ത്രിയായിട്ട് തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ. പൂവാർ സ്വദേശി പോക്കുമുസയെ തിരുവിതാംകൂറിലെ ആദ്യത്തെ വാണിജ്യമന്ത്രിയായി. നമ്മളൊന്നും ഒരു റാങ്ക് ഫയലിലൊന്നും കാണാത്തിട്ടുള്ള റാങ്ക് റാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെയല്ലേ. ഇതെല്ലാം 1956 വരെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന കൊച്ചിയിലെ പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. ഏത് വർഷമാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായി പുനഃസംഘടിപ്പിച്ചത്? 1948. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായി പുനഃസംഘടിപ്പിച്ചത് 1948. വിവേകാനന്ദ സന്ദേശം ആരുടെ രചന വെച്ചാൽ ആഗമാനന്ദ സ്വാമികളുടെ. വിവേകാനന്ദ സന്ദേശം ആരെന്ന് വെച്ചാൽ ആഗമാനന്ദ സ്വാമികളുടെ. പെരിനാട് സമരം രചിച്ചത് അയ്യങ്കാളിയാണ്. ബ്രിട്ടീഷുകാരുടെ ആഭിമുഖ്യം പുലർത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അകലം പാലിക്കുവാനും അനുയായികളോട് ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രസ്ഥാനം ഏതെന്ന് വെച്ചാൽ അലിഘട്ട് പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാർ ഏർപ്പെട്ടിട്ടുള്ള വർഷം 1916. ഏത് ചടങ്ങിൽ വെച്ചാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയെന്ന് വെച്ചാൽ 1911 ഡൽഹി ദർബാറിൽ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വായിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിനാട് സമരം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ്. ബ്രിട്ടീഷുകാരോട് ആഭിമുഖ്യം പുലർത്തുന്നതിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അകലം പാലിക്കുവാനും അനുയായികളോട് ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ INC നിന്നിട്ട് അകലം പാലിക്കാൻ പറഞ്ഞിട്ടുള്ള നാഷണൽ കോൺഗ്രസ് ആണ് ഇതെന്ന് പറയുന്നത് അലിഘട്ട് പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പിട്ട വർഷമാണ് 1916 കേട്ടോ. ലക്നൗ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ലക്നൗ കരാറിൽ ഏത് കരാറായിരുന്നു? ലക്നൗ കരാറായിരുന്നു. ഓക്കെ, ഏത് ചടങ്ങിൽ വെച്ചാണ് ബംഗാൾ വിഭജനം റദ്ദാക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത്? 1911 ഡൽഹി ദർബാറിൽ കേട്ടോ. ബംഗാൾ വിഭജനം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഡൽഹി ദർബാർ. തീവ്ര ദേശീയവാദികൾ 1907 കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ താല്പര്യപ്പെട്ടവർക്ക് നേതാക്കളാണ് ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് അലി സഹോദരന്മാരാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് നിയമം പാസ്സാക്കിയ വർഷം 1919. റൗലറ്റ് നിയമം പാസ്സാക്കിയ വർഷം. ഏത് നിയമപ്രകാരമാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്ഥാപിതമായത്? 19 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിതകളാണ് ബാസന്തി ദേവിയും അനുജത്തി ഊർമിളാദേവിയും. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ടുള്ള ആദ്യ വനിതകളാണ് ബസന്തി ദേവിയും സഹോദരി ഊർമിളാദേവിയും കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ബസന്തി ദേവി ഊർമിളാദേവിയും നിസ്സഹകരണ പ്രസ്ഥാനമാണ് കേട്ടോ. ഉറപ്പിച്ചു പഠിക്കുക. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് കോൺഗ്രസ് 1929 ആരെയാണ് ചുമതലപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി. 1937 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും മോശമായ തെരഞ്ഞെടുപ്പ് ഫലം നേരിടേണ്ടി വന്ന പ്രവിശ്യയാണ് പഞ്ചാബ് സിന്ധ് കേട്ടോ. ശാസ്ത്രീയ സോഷ്യലിസ്റ്റിൻ്റെ പിതാവ് ആണ് കാൾ മാർക്സ്. ഓക്കെ, ശാസ്ത്രീയ സോഷ്യലിസ്റ്റിൻ്റെ പിതാവ്. 1901 8 വിദേശ രാജ്യങ്ങളിലെ സംയുക്ത സൈന്യം ചേർന്ന് അടിച്ചമർത്തിയിട്ടുള്ള ചൈനയിലെ കലാപം എന്ന് വെച്ചാൽ ബോക്സർ കലാപം. ഫ്രാൻസിസ്കോ മിറാണ്ട ജനിച്ച രാജ്യമാണ് വെനസ്വേല. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച് ബെർലിൻ ഭിത്തി തകർത്ത വർഷമാണ് 1989. ഓക്കെ, ഫ്രാൻസിസ്കോ മിറാണ്ട ഏത് രാജ്യത്തിന് വെച്ചാൽ വെനസ്വേല. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ചിട്ടുള്ള ബെർലിൻ ഭിത്തി തകർത്ത വർഷം 1989. വേഴ്സായി ഉടമ്പടി നിലവിൽ വന്ന 1920 ജനുവരി 10.
ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്ക് വേണ്ടി ചാരവൃത്തി നടത്തി എന്നതിൻ്റെ പേരിൽ വിചാരണയ്ക്ക് വിധേയമായ 1917 ഒക്ടോബർ 15 വധിക്കപ്പെട്ടിട്ടുള്ള ഡച്ച് വനിതയാണ് മാതാ ഹരി. ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്ക് വേണ്ടിയിട്ടുള്ള ചാരവൃത്തി നടത്തി എന്നതിൻ്റെ പേരിൽ വിചാരണയ്ക്ക് വിധേയമായിട്ടുള്ള 1917 ഒക്ടോബർ 15 വധിക്കപ്പെട്ടിട്ടുള്ള ഡച്ച് വനിതയാണ് മാതാ ഹരി. അപ്പം നമ്മൾ ഇതൊക്കെ പുതിയ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് തലയിൽ കയറാൻ നല്ല പ്രയാസമാണ്. എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവണില്ല, തലയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അനുജത്തിയുടെ കാര്യം പറഞ്ഞു, അതായത് ഊർമിളാദേവിയും ബസന്തി ദേവിയും ഏത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് കോൺഗ്രസ് 1929 ആരെയാണ് ചുമതലപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് കോൺഗ്രസ്. അപ്പോൾ മഹാത്മാഗാന്ധി നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ്. 37 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും മോശമായ തെരഞ്ഞെടുപ്പ് ഫലം നേരിടേണ്ടി വന്ന പ്രവിശ്യയാണ് പഞ്ചാബ് സിന്ധ്. ഓസ്ട്രേലിയ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് കാൾ മാർക്സ്. ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ 1901 8 വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം ചേർന്ന് അടിച്ചമർത്തിയ ചൈനയുടെ കലാപമാണ് ബോക്സർ കലാപം. അതായത് 1901 8 വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം ചേർന്ന് അടിച്ചമർത്തിയത് ബോക്സർ കലാപം കേട്ടോ. ഫ്രാൻസിസ്കോ മിറാണ്ട ഇവിടെ വെനസ്വേലയുടെ. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച് ബെർലിൻ ഭിത്തി തകർന്ന വർഷമാണ് 1989. വേഴ്സായി ഉടമ്പടി നിലവിൽ വന്ന 1920 ജനുവരി 10. ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്ക് വേണ്ടി ചാരവൃത്തി നടത്തി എന്നതിൻ്റെ പേരിൽ വിചാരണയ്ക്ക് വിധേയമായ 1917 ഒക്ടോബർ 15 വധിക്കപ്പെട്ട ഡച്ച് വനിതയാണ് മാതാ ഹരി. രണ്ടാം ലോക യുദ്ധാനന്തരം ട്യൂമാർ ഗ്രോഡ്രിങ് എന്ന വിദേശ നയം പ്രഖ്യാപിച്ച രാജ്യമാണ് USA. രണ്ടാം ലോക മഹായുദ്ധ ട്രൂമാൻ. പിന്നെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ് 42. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമാണ് ന്യൂയോർക്ക്. ഇന്ത്യക്ക് വേണ്ടി US ചാർട്ടിൽ ഒപ്പുവെച്ചിട്ടുള്ളത് രാമസ്വാമി മുതലിയാർ. ഇന്ത്യക്ക് വേണ്ടി ഈടനാടിനെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര മീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16,230. അതൊന്നും ആവശ്യം വരില്ല. കേരളത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ശതമാനം തമിഴ് സംസാരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇടുക്കിയിൽ കേട്ടോ. ബ്രഹ്മഗിരി ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിക്കപ്പെടുന്ന നദീവ്യൂഹമാണ് പെരിയാറ്. ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ, ഭാരതപ്പുഴ? ഏത് ജില്ലയായ അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത്. ഏത് ജില്ലയാണ് പ്രശസ്തമായ കാക്കത്തുരുത്ത് ദ്വീപ് എന്ന് വെച്ചാൽ ആലപ്പുഴ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും അവിടുത്തെ ജില്ലകളുണ്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ച് ടഫാണ്, എന്നാലും പഠിക്കാൻ പറ്റണവർ പഠിക്കാം. പിന്നെ അതൊക്കെ ഓവറാണെന്ന് എനിക്ക് തോന്നുക. കുറച്ചുകൂടി അത്രയൊന്നും വേണ്ട ആവശ്യമില്ല. ഇത് GK ടോപ്പിക്സ് കേട്ടോ. ഇത് അതായത് ന്യൂട്ടൻ്റെ ചലനങ്ങൾ റിവൈസ് ചെയ്യാൻ വീണ്ടും. ഒന്നാം ന്യൂട്ടൺ ചലന നിയമം എന്താ പറയുക? സുന്ദരിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നവരെ ഓരോ വസ്തുവും ചലനാവസ്ഥയിലോ നേർരേഖയിലോ ചലനത്തിലോ തുടരും. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. പഴം അതിൻ്റെ ജഡത്വം കാരണം അതിനിശ്ചലാവസ്ഥയിൽ തുടരാൻ ശ്രമിക്കുന്നു. ഈ പഴം എന്നുള്ളത്. മരക്കൊമ്പ് ചലിക്കുമ്പോൾ പഴം താഴെ വീഴുന്നു. വാഹനവും അതിലെ ചരക്കുകളും ചലനാവസ്ഥയിലാണ്. അതേ വേഗത്തിൽ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള പ്രവണത. വാഹനം പെട്ടെന്ന് നിർത്തുമ്പോൾ ചരക്കുകൾ മുന്നോട്ട് വീഴുന്നു. അതായത് എന്താണ് നമ്മുടെ അവസ്ഥ? ചലനാവസ്ഥയാണ് നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു പ്രവണത. നിശ്ചലാവസ്ഥയാണ് ഇങ്ങനെ അത് അങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസ്ഥ. അതിനാണ് ആ ഒരു അസന്തമായ ബാഹ്യബലം വരുന്നത് വരെ അത് അതേ അവസ്ഥയിൽ തുടരുമെന്നാണ് അത് പറയണേ. ഓക്കെ, ഒന്നാം ചലന നിയമം. രണ്ടാം ചലന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻറ്റത്തിൻ്റെ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. മൊമെൻറ്റം വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം കൂടുമ്പോൾ അതിനുണ്ടാകുന്ന വേഗതയും കൂടുന്നു കേട്ടോ. ബാറ്റ്സ്മാൻ പന്ത് അടിക്കുമ്പോൾ മുമ്പ് ബാറ്റ് പിന്നോട്ട് വലിക്കുന്നത് ബാറ്റ്സിന് കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കുവാനും അതുവഴി പന്തിൽ കൂടുതൽ ബലം നൽകി പന്തിനെ ദൂരത്തേക്ക് അടിക്കുവാനും സാധിക്കുന്നു. ഇവിടെ ബാറ്റ്സ്മാൻ കുറഞ്ഞ ബലമാണ് പന്തിൽ പ്രയോഗിക്കുന്നത്. അതിനാൽ പന്തിൻ്റെ വേഗതയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല. പ്രയോഗിക്കുന്ന ബലം കുറയുമ്പോൾ വേഗതയും കുറയുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഇതിലെന്താ പറയുക വെച്ചാൽ മൊമെൻറ്റത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ള രീതിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് ഇത് രണ്ടും ഒരേ ദിശയിലായിരിക്കും. മൊമെൻറ്റത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ അതേ ദിശയിലായിരിക്കും. അതായത് ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം കൂടുമ്പോൾ അതിലുണ്ടാകുന്ന വേഗതയും ബാറ്റ്സ്മാൻ അതായത് വേഗതയെന്ന് പറഞ്ഞാൽ അത് ത്വരണം അതും കൂടുന്നു കേട്ടോ.
അപ്പോൾ അതായത് ഇത് രണ്ട് നേർരേഖയിലായിരിക്കും എന്നുള്ള ഒരു രീതിയാണ് പറയണേ. മൂന്നാമത്തെ ചലന നിയമം അറിയാലോ. പിന്നെ ബലവും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടാവുന്നു. വെടിയുണ്ട ആക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രയോഗിക്കപ്പെട്ട ബലത്തിന് തുല്യമായിട്ടുള്ള അളവിൽ വിപരീത ദിശയിലും ബലം ഉണ്ടാവും എന്നാണ് പറയണേ. തോണിക്കാരൻ തുഴയുമ്പോൾ വെള്ളം പിന്നോട്ട് പോകുന്നു, വഞ്ചി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് ഒരുപാട് പേജ് ഉണ്ട്. ഇനി നമുക്കിനി അടുത്ത വീഡിയോ കൂടെ ചെയ്യാട്ടോ. ഇത് കുറച്ച് അധികമുണ്ട്. എന്തെന്നാലും നമുക്കിത് തീർക്കാമെന്ന് വിചാരിക്കാം. ഇതൊക്കെ ഇങ്ങനെ തീർക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം വരും കേട്ടോ.